നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം മൂർധന്യത്തിലായിരിക്കെ CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് വല്ലാത്ത തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ വിഭാഗീയത വീണ്ടും ഉയർന്നു വരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ വിഭാഗീയത നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് കായംകുളത്തെ ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. വനിതാ നേതാവ് KL പ്രസന്നകുമാരിയാണ് രാജിവെച്ചിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട മകൻ ബിബിൻ സി ബാബുവിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കുവാനുള്ള സമ്മർദ്ദമാണ് ഈ രാജി എന്ന് തന്നെയാണ് എതിർപക്ഷത്തിൻ്റെ ആരോപണം. അങ്ങനെ പ്രത്യാരോപണങ്ങളിൽ പെട്ടുപോകുകയാണ് CPM. എന്നും CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് തലവേദന സൃഷ്ടിക്കുന്ന കായംകുളത്തെ CPIMൽ തിരഞ്ഞെടുപ്പ് കാലത്തും തമ്മിലടിക്ക് ശമനമില്ല എന്ന് പറയാം. ഏരിയ കമ്മിറ്റി അംഗവും പത്തിയൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് ഈ KL പ്രസന്നകുമാരി എന്ന് പറയപ്പെടുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് പ്രസന്നകുമാരിയുടെ രാജി തന്നെ ഉണ്ടായിരിക്കുന്നത്. കത്തിൽ കായംകുളത്ത് നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പേരും കൂടി എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വിഭാഗീയതയുടെ കേന്ദ്രമെന്നാണ് സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്തിലെ മുഖ്യമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്. ഈ മാസം 8-ാം തീയതി അയച്ച രാജിക്കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ യോഗം വരെ ചേരുകയും ചെയ്തു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? യോഗത്തിന് മുന്നോടിയായിട്ട് സമ്മർദ്ദതന്ത്രം എന്ന നിലയിലാണ് കത്ത് പുറത്തുവിട്ടത് എന്നാണ് മറുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ആരോപണം എന്ന് പറയുന്നത്. ചില സഖാക്കളുടെ അധിക്ഷേപവും മാനസികമായിട്ടുള്ള പീഡനവും മൂലമാണ് രാജിയെന്ന് ആരോപിക്കുമ്പോഴും പ്രസന്നകുമാരിയുടെ മകനും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ബിബിൻ സി ബാബുവിനെ ഭാര്യയുടെ പരാതിയിൽ CPIMൽ നിന്ന് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് പരിഗണിച്ച് തിരിച്ചെടുത്തുവെങ്കിലും ഏരിയ കമ്മിറ്റി അംഗമായിരുന്നിട്ടുള്ള ബിബിന് നൽകിയത് പ്രാഥമിക ഘടകമായിട്ടുള്ള ബ്രാഞ്ച് അംഗത്വം മാത്രമാണ് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ രാജിക്ക് കാരണമായി പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കായംകുളത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ആലപ്പുഴ നിയോജകമണ്ഡലത്തിലെയും മൊത്തത്തിൽ കേരളത്തെയും ബാധിക്കുന്ന ഒരു വിഷയമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPIMൽ മുൻകാലങ്ങളിലൊക്കെ ആലപ്പുഴ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള G. സുധാകരൻ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിട്ടുള്ള വിഭാഗീയത എന്ന് പറയപ്പെടുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളത് അന്ന് CPIMൻ്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം വളരെ ചർച്ചയായിട്ടുള്ളതാണ്. അന്ന് G. സുധാകരനെ അടക്കം പാർട്ടിയിൽ ഒതുക്കുവാനുള്ള വളരെ വലിയൊരു തീരുമാനം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ CPIM തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ G. സുധാകരനെ പലപ്പോഴും തിരഞ്ഞെടുപ്പ് മത്സര വേദികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ പലപ്പോഴും ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന CPIMൻ്റെ കൊത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ CPIMൻ്റെ കോട്ടയിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നതിൻ്റെ സൂചനകളാണ് കായംകുളത്തുള്ള ഈ രാജി എന്ന് പറയേണ്ടിയിരുന്നു. അങ്ങനെ കായംകുളത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ആലപ്പുഴ നിയോജകമണ്ഡലത്തെ മൊത്തത്തിൽ ബാധിക്കുകയാണ്. ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ AN ആരിഫിന് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന വോട്ടുകളടക്കം പാഴാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആലപ്പുഴയിൽ CPIMൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന BJPയുടെ സ്ഥാനാർത്ഥിക്കായിരിക്കും. ലാഭം കൊയ്യാൻ പോകുന്നതും ശോഭാ സുരേന്ദ്രനായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന KC വേണുഗോപാലാണ്. മറ്റൊന്ന് ആലപ്പുഴ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് AN ആരിഫാണ്. BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുമാണ്. ഈ KC വേണുഗോപാൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അനഭിമതനാണ്. അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച വ്യക്തിത്വമാണ് KC വേണുഗോപാൽ എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അനഭിമതനായിട്ടുള്ള കോൺഗ്രസ്സുകാരനായ KC വേണുഗോപാലിനെ വിജയിപ്പിക്കുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറല്ല എന്നുള്ളതാണ് ആലപ്പുഴയിലെ വർത്തമാനം. ഇപ്പോൾ ഈ കായംകുളത്തെ പ്രശ്നങ്ങളും ആലപ്പുഴയിലുണ്ടാകുന്ന വിഭാഗീയതയുമൊക്കെ ഒപ്പം തന്നെ LDFന് തലവേദനയാകുന്ന ഒരു സാഹചര്യത്തിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് ചെന്നെത്തപ്പെടുന്നത് തീർച്ചയായിട്ടും അത് AN ആരിഫിനോ KC വേണുഗോപാലിനോ ആയിരിക്കില്ല, പകരം അത് ശോഭാ സുരേന്ദ്രനായിരിക്കും. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ വരവ് ആലപ്പുഴയിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് എന്ന് BJP കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിപക്ഷങ്ങളടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരത്തിനായിട്ട് ആറ്റിങ്ങൽ ലഭിക്കാതെ ആലപ്പുഴയിലെത്തിയത്. പക്ഷേ ആലപ്പുഴയിലെത്തിയപ്പോൾ അവരുടെ പ്രകടനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളൊക്കെ വളരെ കൃത്യമായി കുറിച്ചു കൊണ്ടുവന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ വലിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ KC വേണുഗോപാലിനെക്കാട്ടിലും AN ആരിഫിനെക്കാട്ടിലും ഒക്കെ മുൻപിലേക്ക് എത്തപ്പെടുവാൻ ശോഭാ സുരേന്ദ്രന് കഴിയുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവർ ഒന്നാമതായിരുന്നുവെങ്കിലും വിജയസാധ്യത കൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ഈ പടലപ്പിണക്കങ്ങൾ, ഇടതു മുന്നണിയുടെ പടലപ്പിണക്കങ്ങൾ, CPIMലെ വിഭാഗീയതയും ഈ പൊട്ടിത്തെറികളുമൊക്കെ ഇപ്പോൾ ചിലപ്പോൾ
വിജയസാധ്യതയിലേക്ക് ശോഭാ സുരേന്ദ്രനെ നയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമതായി കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരിക്കലും അവിടുത്തെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിൻ്റെ വിജയസാധ്യത വളരെ കുറവാണ്. അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വിജയസാധ്യത ഉണ്ടാകുന്നു. അതിനുള്ള കാരണമെന്ന് പറയപ്പെടുന്നത് ഈ ഇടതുമുന്നണിയിലെ തമ്മിലടിയാണ്, CPIMലെ പൊട്ടിത്തെറിയാണ്, ഇത്തരത്തിലുള്ള വിഭാഗീയതയാണ്. അപ്പോൾ CPIMൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ആലപ്പുഴയിൽ ഉണ്ടാകുന്ന അതേ വിഭാഗീയതയും പൊട്ടിത്തെറിയും ഇപ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കേരളത്തിൽ ഒന്നടങ്കം ആ വിഭാഗീയത അലയടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നേടിയ UDFന് വലിയ തരത്തിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.